ഈശോയിൽ ഞാൻ പറഞ്ഞൊരു പ്രവചനം പോലെ പറയാനല്ല, എന്നാലും പരിശുദ്ധാത്മാവ് എനിക്കിതൊരു വലിയൊരു പ്രേരണ പറയാൻ പോവാം. ഇന്നല്ല എനിക്ക് കുറച്ച് നാളുകളെ എനിക്ക് ലഭിക്കുന്ന വചനമാണ് ഞാൻ പറയുന്നത്. ഇന്നൊരുപാട് മൈഗ്രേഷൻ നടക്കുന്നുണ്ടല്ലോ ലോകരാജ്യങ്ങളിലേക്ക്, കാനഡ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗ്രേറ്റ് ബ്രിട്ടൻ രാജ്യങ്ങൾ. പരിശുദ്ധാത്മാവോട് പറഞ്ഞു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോയതെല്ലാം തിരിച്ചു വന്നോണ്ടിരിക്കുക. ഇപ്പൊ വരുമ്പോൾ എങ്ങനെയാ? പൈത മുഴുവൻ തീർന്നു, ഭാര്യ പോയി, ഭർത്താവ് പോയി, മക്കളും പോയി, എല്ലാം പോയിട്ട് തന്നെ തിരിച്ചു വരുന്നത്. ഇങ്ങനെ വരുന്നവർക്ക് വണ്ടി കയറി വരുന്നുണ്ട്. ഇപ്പോൾ ജോലി പോയി, റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവും. കാരണം അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഈ കഴിഞ്ഞോളും കഴിഞ്ഞ 2 ആഴ്ച ഞാൻ യൂറോപ്പിലായിരുന്നു. ഈ ഒരാഴ്ച 1-2 ആഴ്ചകൾ ഒത്തിരി ശുശ്രൂഷ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ചില ആളുകളിൽ പറയായിരുന്നു, അച്ഛ മലയാളികൾ വന്ന് പറയാം, അച്ഛ എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, മക്കൾ മുഴുവൻ കയ്യിൽ നിന്ന് പോവുക. മക്കളിപ്പോൾ ചിലപ്പോൾ നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ആയെന്ന് വരും, ചിലപ്പോൾ നാളെ മക്കൾ ഗേ ആയെന്ന് വരും, ലെസ്ബിയൻ ആയെന്ന് വരും. നിരീശ്വരവാദ പറയുന്നു. ഗവൺമെന്റ് പറയുന്നു കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ അനുവാദമില്ല. ടീച്ചേഴ്സ് അധ്യാപകരൊക്കെ പറഞ്ഞ് കേട്ടാൽ മതി. കുട്ടികൾ പറയും അപ്പനെതിരെ കേസ് കൊടുക്കാൻ പറയും, അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പറയും. അവളോ തൊട്ടു കഴിഞ്ഞ പ്രശ്നം. ചൈൽഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ വാക്ക് വെച്ചുകൊണ്ട് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ഗവൺമെന്റിന്റെയാണ്. പിന്നെ ഗവൺമെന്റാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട, വിശ്വാസം പറയണ്ട. പള്ളിയിൽ കുരിശുരൂപം വെച്ച, അല്ലെ വീട്ടിൽ കുരിശുരൂപം വെച്ചേക്കില്ല, വീടുകളിൽ പോലും ഈശോ രൂപം വെച്ചേക്കില്ല. അങ്ങനെ പുസ്തകം പഠിപ്പിക്കും. കൊച്ചെന്ന് പറയാ, അമ്മ എന്നോടൊന്നും ബൈബിൾ വായിക്കാൻ പറയുന്നു. പോയിട്ട് ടീച്ചറിനോട് പോയിട്ട് കൊച്ച് 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് കംപ്ലൈന്റ് കൊടുത്താൽ നാളെ അമ്മ ആപ്പിലാവും, പ്രശ്നത്തിലാവും. പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഉണ്ടാവുന്നുണ്ട്. തൊട്ടേക്കല്ല് ഒരു 10, 14, 15 വയസ്സ് കഴിയുമ്പോഴേ ഇത്തിരി കുഞ്ഞുങ്ങൾ സെക്സ് വർക്കേഴ്സായിട്ട് മാറും. കഴിയണമെങ്കിൽ എൻ്റെ ഒരു മലയാളി കുടുംബത്തിലെ അമ്മ ഒന്ന് എന്നോട് കരഞ്ഞു മറിച്ചാൽ എൻ്റെ മോളിപ്പം നല്ല കുട്ടി, നല്ല കുടുംബത്തിൽ പറഞ്ഞു ഇപ്പം ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് അപ്പം നിൽക്കാൻ പറ്റും. അപ്പൊ എന്നാ ചെയ്യും? മക്കളെ പറ്റിയ പ്രശ്നം, നമ്മൾ ദൈവത്തെ ശരിക്കും അറിഞ്ഞെന്ന് പറയുമ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു.